ഹലോ ഗുട്ടൻ ടാഗ് ഹേഴ്സ്ലിഷൻ വെൽക്കം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ലൈവ് സെഷനിന് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സൈറ്റ് ഫോർമൻ ഓർഡർ ടെൻസസ് ഇൻ ജർമ്മൻ. ഇപ്പം ഒരു വെർബിന് പല ടെൻസസും ഉണ്ട്. സോ ഇൻ ഇംഗ്ലീഷ് വി ഹാവ് മെനി ടെൻസസ് ഇൻ ഫോർ ദ വെർബ്സ്. സെയിം വേയിൽ നമുക്ക് ജർമ്മനിലും ഡോയിഷിലും പലതരത്തിലെ ടെൻസസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടെൻസസ് ഇൻ ജർമ്മൻ എന്നാണ്. സോ വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. സോ ഫസ്റ്റ് ടെൻസ് ആണെങ്കിൽ പ്രേസൻസ് ഓർഡർ പ്രസൻറ്റ് ടെൻസ്. ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ പ്രസൻറ്റ് ടെൻസ്, അതായത് പ്രസൻറ്റ്ലി നടക്കുന്ന ഒരു കാര്യം. സോ വിൽ സീ ദ മീനിങ് ഫസ്റ്റ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ആക്ഷൻസ് ഹാപ്പനിങ് നൗ ഓർ റെഗുലർലി. സോ അതെന്താണ്? ഒരു റെഗുലർലി ഹാപ്പനിങ് ഒരു ആക്ഷൻ ഓർഡർ ആൻ ആക്ഷൻ വിച്ച് ഈസ് ഹാപ്പനിങ് നൗ, ഇപ്പം നടക്കുന്ന ഒരു കാര്യം, ഓർ റെഗുലർലി നടക്കുന്ന ഒരു കാര്യം, എല്ലാം ദിവസം നടക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുന്നത്. സോ യൂസ് നോക്കാം നമുക്ക്. യൂസ്ഡ് ഫോർ പ്രസൻറ്റ്, ഫ്യൂച്ചർ ഓർ ജനറൽ ട്രൂത്ത്. അതായത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യം പ്രസൻറ്റ് ടെൻസിൽ എല്ലാ ദിവസവും നടക്കുമ്പോൾ അതൊരു ഫ്യൂച്ചർ, ടുമോറോ ഓൾസോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അങ്ങനത്തെ ഒരു കാര്യം ഫ്യൂച്ചർ ടെൻസിലും. ആൻഡ് ജനറൽ ട്രൂത്ത്, അതായത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, യൂണിവേഴ്സലി നടക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പ്രസൻസിലായിരിക്കും എഴുതുന്നത്. സോ വിൽ സീ ദ എക്സാമ്പിൾ. ഫസ്റ്റ് ഇസ് ഇഷ് ലേൺ എ ഡോയിഷ്. അതിൻ്റെ അർത്ഥം ഐ ആം ലേർണിംഗ് ജർമ്മൻ. സോ ഇതിനകത്ത് ഐ ആം ലേണിംഗ് ജർമ്മനും അർത്ഥം വരും, പ്ലസ് ഇറ്റ് വിൽ ഓൾസോ ബി ഐ ലേൺ ജർമ്മൻ. ഇപ്പോൾ ഡോയിഷിൽ നമുക്കൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല. അപ്പോൾ ആ പ്രസൻറ്റ് കണ്ടിന്യൂസിന് വേണ്ടിയും നമ്മൾ പ്രേസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ്ലി നടക്കുന്ന കാര്യത്തിന് വേണ്ടിയും പ്രേസൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഇഷ് ലേൺ എ ഡോയിഷിൻ്റെ അർത്ഥം ഐ ആം ലേണിംഗ് ജർമ്മനും പ്ലസ് ഇറ്റ് ഈസ് ഓൾസോ ഐ ലേൺ ജർമ്മനും. രണ്ട് രീതിയിലും പറയുമ്പം വി യൂസ് ഇഷ് ലേൺ എ ഡോയിഷ്. Next is Morgan Gay ish ins kino. So I am going to the cinema tomorrow. Morgan എന്ന് പറഞ്ഞാൽ tomorrow. So tomorrow I am going to the theatre or to the kino. അപ്പോൾ ഈ കാര്യം നമ്മൾ പറയുന്നത് എന്താണ്? It is a present tense. I am going. I will be going. So that is how we are using the presence in Deutsch. So first we saw the present tense order. Presence നമ്മൾ പഠിക്കുന്ന എല്ലാ verbsൻ്റെയും conjugations ഉണ്ട്. So according to the conjugations, if we see, then ish learne, du learnst, ersiest learnt, wir lernen, ihr lernt and cc lernen. So ഈ conjugation നമ്മൾ എല്ലാം verbs എല്ലാം tenses we have to learn it, we have to by heart it, and we have to use it in our sentences, right? So present tense എന്താണ്? ഒരു generally നടക്കുന്ന ഒരു truth or generally നടക്കുന്ന ഒരു കാര്യമാണ് present tense. So we'll move on to the next tense order, next Zeitformen. So the next is as present tense only പോലെ തന്നെ we have also past tense. So simple past order preteritum എന്ന് പറയും. ജർമ്മനിൽ നമ്മൾ പറയുമ്പോൾ അത് preteritum എന്ന് പറയും. So we will see the meaning first. It describes past action or situations. പാസ്റ്റിൽ നടന്ന ഒരു കാര്യം, ഒരു പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ, അതിനെ നമ്മൾ preteritum യൂസ് ചെയ്യുക. സോ നമ്മൾ ഇപ്പം ന്യൂസ് പേപ്പേഴ്സിൽ ഓർഡർ ആർട്ടിക്കിൾസിൽ ഓക്കെ റിട്ടൺ ലാംഗ്വേജ് സ്റ്റോറീസിലൊക്കെ നമ്മൾ വായിക്കുന്ന ഈ ടെൻസ് ആയിരിക്കും. So it is used for written language, storytelling and reports. So we'll see the example. First is ich lernte Deutsch in der Schule. ഇതിൻ്റെ അർത്ഥം I learned German at school. Ich lernte, ഞാൻ പഠിച്ചു കഴിഞ്ഞു. I have completed my learning. I learned. അപ്പോൾ ആ ലേൺഡിന് വേണ്ടി അവിടെ യൂസ് ചെയ്യുക lernte. സോ ഇഷ് ലേൺടെ. അപ്പോൾ നമ്മൾ പ്രേസൻസ് നോക്കിയപ്പോൾ ഇഷ് ലേർണേ ആയിരുന്നു, preteritum വന്നപ്പോൾ ലേൺടെ ആയി. സോ ദർ ആർ സ്ലൈറ്റ് ഡിഫറൻസസ്. നോർമൽ വെർബ് ലേർണൻ ആണ്, അതിനകത്ത് സ്ലൈറ്റ് ഡിഫറൻസസ് ചെയ്യുമ്പം നമുക്ക് എല്ലാം ടെൻസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വിൽ സി ഇഷ് ലേൺടെ ഡോയിഷ് ഇൻ ദർ ഷൂലെ. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ആക്ഷൻ. ഓക്കെ, ഇറ്റ് വാസ് ഡൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റഡ് ആക്ഷൻ. അത് കഴിഞ്ഞ കാര്യമാണ്. സോ ഐ ആം നോട്ട് ലേണിംഗ് ഇറ്റ് നൗ. So that is what is how we use the preteritum. Next sentence നോക്കാം. ging nach Hause. He went home. He went home. അവന് വീട്ടിലോട്ട് പോയി. അവൻ പോയി കഴിഞ്ഞു. So he has already gone to the home. അവിടെ നമ്മൾ ഗേൻ്റെ ഗിങ് ആവുന്നു. So we have the conjugations will change according to the verbs. So preteritum മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് വാസ് presence, that is present tense. Present tense is used for the ongoing actions or regular actions, and preteritum is used for the past actions. So we'll move on to the next tense. നെക്സ്റ്റ് ആണ് പെർഫെക്റ്റ് ടെൻസ്, അതായത്
ഇംഗ്ലീഷ് പറയുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ വിൽ സീ ദ മീനിങ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് completed actions in the recent past. So present perfect tense normally നമ്മൾ ഇംഗ്ലീഷിലും ഇതേ രീതിയിലാണ് യൂസ് ചെയ്യുക. ജസ്റ്റ് റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു കാര്യം. ഓക്കെ, നോട്ട് ടു ലോങ് ബാക്ക് ബട്ട് റീസെൻ്റ്ലി. ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു. ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇതൊരു റീസെൻറ്റ് പാസ്റ്റ് ആക്ഷൻ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലോങ് ബാക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ടുഡേ മോർണിംഗ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻസസിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ യൂസ്ഡ് ഇൻ എവ്രിഡേ സ്പോക്കൺ ജർമ്മൻ ഫോർ പാസ്റ്റ് ഇവൻറ്റ്സ്. സോ സ്പോക്കൺ ലാംഗ്വേജിൽ മോസ്റ്റ്ലി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഓർഡർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വിൽ നോട്ട് യൂസ് പ്രെറ്റരിറ്റം നോർമലി ഇൻ ദ സ്പോക്കൺ ലാംഗ്വേജ്. സ്പീക്കിങ്ങിനകത്ത് നമ്മൾ പറയുമ്പോഴും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പ്രെറ്റരിറ്റം ഒക്കെ വരുമ്പോൾ, പാസ്റ്റ് ടെൻസ് ഒക്കെ വരുന്നത് നമ്മളുടെ ഒരു റിട്ടൺ ലാംഗ്വേജ്, ബുക്സിലും സ്റ്റോറീസിലും ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇങ്ങനത്തെ കാര്യത്തിലായിരിക്കും പ്രെറ്റരിറ്റം വരിക. ഓക്കെ, ബട്ട് ഫോർ ഇൻ ദ സ്പോക്കൺ ലാംഗ്വേജ് വി യൂസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ എക്സാമ്പിൾ വിൽ സി. ഫസ്റ്റ് ഇസ് ഇഷ് ഹാബ് എ ഡോയ്ഷ് ഗെലേൺഡ്. I have learned Deutsch. I have learned German. So recently I learned German. I have completed learning my German. ഇതൊരു കംപ്ലീറ്റഡ് ആക്ഷൻ തന്നെയാണ്, പക്ഷേ ഇത് ഒരു റീസെൻറ്റ് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. സോ ഇഷ് ഹാബ് എ ഡോയ്ഷ് ഗെലേൺഡ്. സോ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വി വിൽ ഹാവ് വൺ ഹെൽപ്പിംഗ് വെർബ് അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ഓഫ് ദ സെൻറ്റൻസ്. അപ്പോൾ ഒരു ഹെൽപ്പിംഗ് വെർബ് കാണും. നമ്മൾ പഠിച്ച ഓൾറെഡി വി ഹാവ് ലേൺ ദാറ്റ് ഹെൽപ്പിംഗ് വെർബ്സ് ആണ് ഹാബനും നമ്മുടെ സൈനും. സോ അക്കോർഡിംഗ് ടു മൂവ്മെൻറ്റ്, ആ വെർബിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ സൈൻ വരും. മൂവ്മെൻറ്റ് ഇല്ലാത്ത വെർബ്സ് ആണെങ്കിൽ അവിടെ ഹാബൻ വരും. ഫോർ എക്സാമ്പിൾ, ഇഷ് ഹാബ് എ ഡോയ്ഷ് ഗെലേൺഡ്. അവിടെ ലേർണറിന് ഒരു മൂവ്മെൻറ്റ് ഇല്ല, അതായത് പൊസിഷൻ എ ടു പൊസിഷൻ ബി ഒരു മൂവ്മെൻറ്റ് നടക്കുന്നില്ല അവിടെ. സോ വിൽ യൂസ് ഹാബൻ ആസ് ദ ഹെൽപ്പിംഗ് വെർബ്. ഈ ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും നമ്മൾ ആ സെൻറ്റൻസിലെ സെക്കൻഡ് പൊസിഷനിൽ ഇടുക. ഫസ്റ്റ് പൊസിഷൻ സബ്ജക്റ്റ് ഇട്ടു, സെക്കൻഡ് പൊസിഷൻ ഹാബൻ ആണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്. സോ ഫോർ ഹാബൻ കോൺജുഗേഷൻ ഫോർ ഇഷ് ഇസ് ഇഷ് ഹാബെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇഷ് ഹാബെ വന്ന് അത് കഴിഞ്ഞ് എന്താണ് ഒബ്ജക്റ്റ് ഡോയ്ഷ്. ലാസ്റ്റ് പോകുന്ന പാർട്ടിസിപ്പ് സ്വൈ ഫോം എന്ന് പറയും. അപ്പോൾ ലേർണറിൻ്റെ പാർട്ടിസിപ്പ് സ്വൈ ഫോം ഗലേൺട്ട് ആണ്. അപ്പോൾ എല്ലാം ഇഷിന് വേണ്ടിയും ഗലേൺട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യും, ബിയറിന് വേണ്ടിയും ഗലേൺട്ട് തന്നെ യൂസ് ചെയ്യും. സോ ഫോർ ഓൾ സബ്ജക്റ്റ് ഇറ്റ് ഈസ് ഗലേൺട്ട്. ഓൺലി ഡിഫറൻസ് എവിടെ വരുന്നത്, ആ സെക്കൻഡ് പൊസിഷനിൽ ഹാബൻ ഓർഡർ സൈൻ ആണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഇഷ് ഹാബ് എ ഡോയ്ഷ് ഗലേൺട്ട്, സി ഹാറ്റ് ഡോയ്ഷ് ഗലേൺട്ട്. ഓക്കെ, വിയർ ഹാബൻ ഡോയ്ഷ് ഗലേൺട്ട്. അപ്പോൾ അവിടെ ആ ഹാബൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വി വിൽ കോൺജുഗേറ്റ് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ്. സോ ദിസ് വാസ് ഫോർ എ നോൺ മൂവിങ് വേർബ്സ്. ഓക്കെ, ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത വേർബ്സ്. എക്സാമ്പിൾ ലേർണറിന് വേണ്ടി. നെക്സ്റ്റ് വിൽ സി ഫോർ എ മൂവിങ് വേർബ്സ് വിച്ച് ഷോ സം മൂവ്മെൻറ്റ്. Okay, we are sent in Skino Gegangen. We went to the cinema. നമ്മൾ എന്താ ചെയ്തു, സിനിമയ്ക്ക് പോയി. സോ വി ഹാവ് ഗോൺ ടു ദ തിയേറ്റർ. വി ഹാവ് ഗോൺ ടു ദ തിയേറ്റർ, അതാണ് അവിടുത്തെ മീനിങ്. ഓക്കെ, സോ ദർ ഈസ് ദിസ് വേർബ് ഗെയിൻ വന്ന് പാർട്ടിസിപ്പ് സ്വൈ വരുമ്പം ഗെഗാങ്കനാവും. സോ ദർ ഈസ് എ മൂവ്മെൻറ്റ്. സോ ഇറ്റ് ഹാസ് ബിക്കം വി ആർ സെൻറ്റ് ഇൻ സ്കീനോ ഗെഗാങ്കൻ. മൂവ്മെൻ്റ് ഉള്ള വേർബ് സൈൻ വെച്ച് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യും. അപ്പം സൈൻ ഫോർ വിയർ ഇസ് സിന്ത്. അപ്പം അത് സെക്കൻഡ് പൊസിഷനിൽ എഴുതി. നെക്സ്റ്റ് ഇൻ സ്കീനോ ആൻഡ് ലാസ്റ്റ് ഇസ് ഗെഗാങ്കൻ. എപ്പോഴും ഈ പാർട്ടിസിപ്പ് സ്വൈ ഫോം എപ്പോഴും ആ സെൻറ്റൻസിലെ എൻഡേ ഓർഡർ അറ്റ് ദ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ദിസ് ഇസ് ഹൗ വി മേക്ക് പെർഫെക്റ്റ് ടെൻസ് ഫോർ ദ റീസെൻറ്റ് പാസ്റ്റ് ആക്ഷൻസ്, റീസെൻ്റ്ലി കംപ്ലീറ്റഡ് പാസ്റ്റ് ആക്ഷൻസ്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടെൻസ്. സോ നെക്സ്റ്റ് ഈസ് എ പ്ലുസ്കോംപെർഫെക്റ്റ്, ദ പാസ്റ്റ് പെർഫെക്റ്റ്. ഇപ്പം നമ്മൾ നോക്കിയത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരുന്നു. അതേ രീതിയിൽ വേറൊരു ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ വിൽ സീ ദ മീനിങ്. ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷൻസിലായിരിക്കും. സോ പണ്ട് നടന്നൊരു കാര്യം, ബിഫോർ ദാറ്റ് സംതിങ് എൽസ് ഹാപ്പൻഡ്, ദെൻ വി യൂസ് ദിസ് പ്ലുസ്കോംപെർഫെക്റ്റ്. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ സീക്വൻസസ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇഷ് ഹാറ്റ് എ ഡോയ്ഷ് ഗെലേൺട്ട് ബിഫോർ ഇഷ് നാക് ഡോയ്ച്ച്ലാൻഡ് കാം. I had learned German before I came to
Germany. So ഇവിടെ രണ്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഈസ് I have learned German. സെക്കൻഡ് ഈസ് I came to Germany. സോ അതിനകത്ത് ഫസ്റ്റ് നടക്കുന്ന കാര്യം, ആദ്യം നടക്കുന്ന കാര്യമായിരിക്കും പ്ലുസ്കോം പെർഫെക്റ്റിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇഷ് ഹാറ്റെ ഡോയ്ഷ് gelernt. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒബ്വിയസ്ലി വി ഓൾ ആർ ലേണിംഗ് ഡോയ്ഷ് ടു ഗോ ടു ഡോയ്ച്ച്ലാൻഡ്, റൈറ്റ്? സോ നമ്മളെല്ലാം ജർമ്മൻ പഠിക്കുന്ന എന്നാ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ്. സോ we learn the language first and then we go to the country. സോ അവിടെ ഫസ്റ്റ് നടക്കുന്ന കാര്യം എന്താണ്? ഡോയ്ഷ് പഠിക്കുകയാണ്. സോ ദർ ഇഷ് ഹാറ്റെ ഡോയ്ഷ് gelernt. അവിടെ gelernt ആ പാർട്ടിസിപ്പ് സ്വൈ ഫോം തന്നെ ആ പ്രസൻസിനകത്ത് നമ്മൾ നോക്കിയ സെയിം പാർട്ടിസിപ്പ് സ്വൈ ഫോം. പക്ഷേ ഇവിടെ ഹാബൻ എന്തായിട്ടുണ്ട്? ഹാറ്റൻ ആയിട്ടുണ്ട്. ഹാറ്റൻ എന്താണ്? ഹാബൻ്റെ പ്രെറ്റരിട്ടം, ഹാബൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഹാറ്റൻ. സോ ഇഷ് ഹാറ്റെ, അവിടെ ഹാബൻ എന്താ ചെയ്തു? നമ്മൾ കോൺജുഗേറ്റ് ചെയ്യൂ. ഇഷ് ഹാറ്റെ ഡോയ്ഷ് gelernt ബിഫോർ ഐ കെയിം ടു ജർമ്മനി. രണ്ട് കാര്യം നടക്കുന്നു. ആദ്യത്തെ കാര്യം ഓൾവേസ് ഇൻ പ്ലുസ്കോം പെർഫെക്റ്റ്, സെക്കൻഡ് ആക്ഷൻ ഇൻ പ്രെറ്റരിട്ടം. സെക്കൻഡ് നടന്ന കാര്യം പാസ്റ്റ് ടെൻസിൽ. രണ്ട് പാസ്റ്റ് ആക്ഷൻസാണ്, ബട്ട് ഫസ്റ്റ് ആക്ഷൻ ഈസ് ഓൾവേസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് സെക്കൻഡ് ആക്ഷൻ ഈസ് ഓൾവേസ് ഇൻ പാസ്റ്റ് ടെൻസ്. നെക്സ്റ്റ് എക്സാമ്പിൾ വിൽ സി. സി വാർ ഷോൺ gegangen als ich ankam. ഷീ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ്. സോ അവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ഐ അറൈവ്ഡ്, ഞാൻ അവിടെ വന്നു, ആൻഡ് വൺ ഈസ് അവൾ ഓൾറെഡി പോയി. സോ അവൾ ഓൾറെഡി പോയി, അതായിരിക്കും അത് ഫസ്റ്റ് ആക്ഷൻ. ആദ്യം നടന്ന കാര്യം എന്തോ, അവൾ വീട്ടിൽ നിന്ന് പോയി, അപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. സോ ഷീ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ്. സോ ഫസ്റ്റ് ആക്ഷൻ വന്ന് സി വാർ ഷോൺ gegangen. സോ പെർഫെക്റ്റ് ടെൻസിലെ പോലെ തന്നെ ഗേയൻ ഗോ ടു വിൽ ബിക്കം gegangen. ആൻഡ് അവിടെ ഒരു മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് സൈൻ വെർബായിരിക്കും നമ്മൾ സെക്കൻഡ് ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. സോ സൈൻ എന്താവും? പ്രെറ്റരിട്ടത്തിൽ പാസ്റ്റ് ടെൻസിൽ വാരനാകും. അങ്ങനെയാണ് അവിടെ സി വാർ വന്നത്. സി വാർ ഷോൺ gegangen. ഷീ ഹാഡ് ഓൾറെഡി ഗോൺ ആസ് ഇഷ് അൻകാം. അത് അഗെയിൻ അൺകോമന ടു അറൈവ് ആൻഡ് ദ പ്രെറ്റരിട്ടം ഇസ് അൻകാം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടെൻസ്. സോ ദ ഫിഫ്ത്ത് ഇസ് ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ നോക്കിയത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സി ഫുട്വർ ഐൻസ്. ഫുട്വർ ഐൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ മീനിങ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ആക്ഷൻ ദാറ്റ് വിൽ ഹാപ്പൻ. സോ ഓബ്വിയസ്ലി ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ദീസ് ആർ ആക്ഷൻസ് വിച്ച് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നടന്നിട്ടില്ല, ഇനിയും നടക്കാൻ പോകുന്ന കാര്യം. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ അവർ പ്ലാൻസ്, ഇൻറ്റൻഷൻസ് ഓർ അസംഷൻസ് അബൌട്ട് ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ പ്ലാൻസോ ഇൻറ്റൻഷൻസ് അസംഷൻസ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാൻസ് ഇൻറ്റൻഷൻസ് അസംഷൻസ് ആയിരിക്കും അത് കാണിക്കുന്നത്. എക്സാമ്പിൾ ഫസ്റ്റ് ഇഷ് വെർഡെ ഡോയ്ഷ് ലേർണൻ. ഐ വിൽ ലേൺ ജർമ്മൻ. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വെർഡൻ ആണ് ഇവിടെ ആ വെർബ് വിച്ച് വി യൂസ്. ആൻഡ് വെർഡൻ ഓബ്വിയസ്ലി സെക്കൻഡ് പൊസിഷനിൽ പോകുമ്പോൾ ഇതൊരു ഹെൽപ്പിംഗ് വെർബ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. സോ വെർഡൻ വെൻ ഇറ്റ് ഗോസ് അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ദെൻ ആ മെൻഡയിൽ ഒരു ഇൻഫിനിറ്റീവ് വെർബ് ആയിരിക്കും പോകുന്നത്. അത് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തില്ല, അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെ നമ്മൾ അവിടെ എഴുതുന്നതായിരിക്കും. സോ ഇഷ് വെർഡെ ഡോയ്ഷ് ലേർണൻ. ഞാൻ ഡോയ്ഷ് പഠിക്കും, ഞാൻ പഠിച്ചിട്ടില്ല. ഐ എം ഗോയിങ് ടു ലേൺ, ഐ വിൽ ലേൺ ഡോയ്ഷ്. Right? Next, es wird bald regnen. It will rain soon. അപ്പോൾ എസ് എന്ന് പറഞ്ഞപ്പം വേർഡൻ്റെ വിയർഡായി. ബാൾഡ് മീൻസ് സൂൺ. രേഖനൻ എന്ന് പറഞ്ഞാൽ ടു റെയിനാ. അപ്പോൾ അവിടെ രേഖനനും ലേർണനും എൻ്റെ അതേപോലെ ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതുക. ഓൺലി വി കോൺജുഗേറ്റ് വെർഡൻ അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ. ഈ വെർഡൻ വെർബാണ് നമ്മൾ ഫുട്വർ ഐൻസിനകത്ത് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ടെൻസ് കാണിക്കുന്ന ഒരു വെർബാണ് വെർഡൻ. ഓക്കെ, ടു ബിക്കം, ടു ബി എന്ന അതിൻ്റെ അർത്ഥം. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടെൻസ്, ദാറ്റ് ഈസ് ഫുട്വർ സ്വൈ, ദാറ്റ് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, സോ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, സോ വാട്ട് ഈസ് ഫുട്വർ സ്വൈ? വിൽ സീ ദിസ്. മീനിങ് ഡിസ്ക്രൈബ്സ് ആക്ഷൻ ദാറ്റ് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. സോ കുറേ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആയി കഴിയും. അതാണ് ഫുട്വർ സ്വൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി യൂസ് ഫുട്വർ സ്വൈ ടു ഷോ ആക്ഷൻസ് വിച്ച് വിൽ ഗെറ്റ് കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. അവിടെ ഒരു കംപ്ലീഷൻ, അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ കാര്യം നടക്കുന്നതെന്നല്ല, അത് കംപ്ലീറ്റ് ആകുന്നതെന്നാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫുട്വർ സ്വൈ. യൂസ് ഇസ് ഫ്യൂച്ചർ വിത്ത് കംപ്ലീഷൻ. ഒരു ടാസ്ക് ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകും, അത് കാണിക്കാനാണ് നമ്മൾ ഫുട്വർ സ്വൈ യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ഇഷ് വെർഡെ ഡോയ്ഷ് gelernt haben. ഇംഗ്ലീഷ് വരുമ്പം ഇഷ് വിൽ ഹാവ് ലേൺഡ് ഡോയ്ഷ്. ഞാൻ ഡോയ്ഷ് പഠിച്ചിരിക്കും.
So that is how we use this footwear zwei. So avade ish word same like footwear eins word നമ്മൾ അവിടെ യൂസ് ചെയ്യുക, word കോൺജുഗേറ്റ് ചെയ്യുക ഇഷിൻ്റെ അനുസരിച്ച്. നെക്സ്റ്റ് ഈസ് ദ ഡോയിഷ്. എന്താണ് സംഭവം? ഡോയിഷ്. നെക്സ്റ്റ് ഈസ് പെർഫെക്റ്റ്. ഫുട്വെയർ പെർഫെക്റ്റ് അല്ല, അപ്പോൾ അവിടെ ഒരു പെർഫെക്റ്റ് ടെൻസിൻ്റെ പാർട്ടിസിപ്സ് വൈ ഫോം ഓഫ് വെർബ് നമ്മൾ യൂസ് ചെയ്യും, ഗെലേൺട്ട്. പിന്നെ ലാസ്റ്റിൽ വരുന്നത് ഒരു ഇൻഫിനിറ്റി വെർഡൻ വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ലാസ്റ്റിൽ ഒരു ഇൻഫിനിറ്റി വെർബ് വേണം. അപ്പോൾ ഇവിടെ ഇത് ഗെലേൺട്ട് ഹാബനായി. നമ്മൾ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ആ ലേർണറിന് മൂവ്മെൻറ്റ് ഇല്ല. ദിസ് വെർബ് ഡസ് നോട്ട് ഹാവ് എനി മൂവ്മെൻറ്റ്, ദിസ് ഡസ് നോട്ട് ഷോ എനി മൂവ്മെൻറ്റ്. സോ വി ആർ യൂസിങ് ഹാബൻ അറ്റ് ദ എൻഡ്. ഓക്കെ, ഈ ഹാബനെ കോൺജുഗേറ്റ് ചെയ്യുന്നത്, ഈ ഹാബൻ വിൽ നോട്ട് ബി കോൺജുഗേറ്റഡ്, ഇറ്റ് വിൽ ബി റിട്ടൺ ആസ് എ ഇൻഫിനിറ്റീവ് ഫോം. ഹാബനായിട്ട് തന്നെ എഴുതുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഇസ് എർ വിയർഡ് അൺകോമൺ സൈൻ. ഹീ വിൽ ഹാവ് അറൈവ്ഡ്. നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും അവൻ എന്തെങ്കിലും ഇവിടെ വന്നിരിക്കും. സോ ഈ വിൽ ഹാവ് അറൈവ്ഡ്, ആ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഡോയിഷ് പറയുന്നത് എർ വിയർഡ് അൺകോമൺ സൈൻ. അപ്പോൾ എർ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുക, നെക്സ്റ്റ് വെർഡൻ കോൺജുഗേറ്റ് ചെയ്യുക. വെർഡൻ ഈസ് ഫോർ എർ ഈസ് ബിയർഡ്. ലാസ്റ്റ് ഈസ് പാർട്ടിസിപ്സ് വൈ ഫോം, ദാറ്റ് ഈസ് അൺകോമൻ്റെ അൺകോമൺ ആകും. പിന്നെ അതൊരു മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഹാബൻ അല്ല, നമ്മൾ സൈനാണ് യൂസ് ചെയ്യുക. ലാസ്റ്റ് പോയി സൈൻ ഇടുക. സോ സൈൻ അഗെയിൻ കോൺജുഗേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ബിക്കോസ് സെക്കൻഡ് പൊസിഷനിലാണ് വെർഡൻ എവിടെ നമ്മൾ യൂസ് ചെയ്യുക, സെക്കൻഡ് പൊസിഷനിൽ. ആൻഡ് വെനെവർ വെർഡൻ ഈസ് യൂസ്ഡ് എൻഡിൽ ഒരു ഇൻഫിനിറ്റീവ് വെർബായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ഇൻഫിനിറ്റീവ് ഈസ് ഈദർ ഹാബൻ ഓർ സൈൻ, അതല്ലാതെ വേറെ ഇൻഫിനിറ്റീവ് വരത്തില്ല ഫോർ ഫുട്വെയർ zwei. So I hope this is clear. I hope all these tenses are clear with you. You can use this for your schreiben sprechen. നമ്മൾ നോർമലി സെൻറ്റൻസസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ടെൻസ് അറിയാതെ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ഡോയിഷ് in every way, not only for your speaking, writing, listening, എല്ലാ രീതിയിലും നമുക്ക് ഇത് for everyday life it is very very useful. So you can always refer to this, and I hope this is helpful for you. So choose for today. Auf Wiedersehen.